ഇതെന്താ അത് ഓണായിട്ട് ഷുഗർ കട്ടാ ഇതില് പഞ്ചാരയുടെ സൽമ. എന്നാ പഞ്ചാര ആവശ്യത്തിനിട്ട് കലക്കിയിട്ട് ബാക്കി ഉണ്ടെന്നാളെ. എന്താണിത് ഖജനാവ് കാലിയാണല്ലോ. ഉറുമ്പളെല്ലാം കൂടി കഥട്ട് കയറി നക്കി തീർത്താ ഈ പഞ്ചാരൊക്കെ. ഉറുമ്പുകള് നക്കി തീർത്തല്ല, പഞ്ചാര തീർന്നതാ. ഞങ്ങളേ പാരമ്പര്യമായിട്ട് ഷുഗറുള്ള തറവാടാ. പഞ്ചാര ഇല്ലാണ്ട് ഞങ്ങൾക്ക് ഒരു മണി ചായ ഇറങ്ങൂല. ഞാനേ കടയിൽ പോയിട്ട് പഞ്ചാര മേടിച്ചിട്ട് വരാം. ചായ അവിടെ തന്നെ 10 മണി. പഞ്ചാര കിലോ 72 റുപ്യല്ലേ ഉള്ളൂ. 2 കിലോ മേടിച്ചോ. ഷുഗർ കട്ടാണ് തടിക്കുന്നല്ലേ. സൽമ ഞാൻ പയം പുങ്ങിയ പോയിട്ട് എടുത്തിട്ട് വന്നാ. എനിക്ക് ഓണപരിപാടിക്ക് പടം വലിക്കാം. നേന്ത്രപ്പഴത്തിന് കിലോ 80 റുപ്യ, തോലിക്ക് 45. തോല് മേടിച്ചു തന്നാലേ പുഴുങ്ങി തരാം. അല്ല സൽമ, പ്രഭാകരന്റെ വീട്ടിൽ നിന്ന് ഓണായിട്ടൊന്നും കൊടുത്തില്ലേ? പഞ്ചാര, പായസം, പപ്പടം, നേന്ത്രപ്പഴം ഇതൊക്കെ നമുക്ക് ഓണത്തിന് ഫറലായിട്ട് കിട്ടണല്ലേ. എല്ലാ ഓണത്തിനും കിട്ടലുണ്ടല്ലോ. പെരുന്നാക്ക് നമ്മള് അച്ചപ്പം വെച്ച്, ഉണ്ണിയപ്പം, കൽത്തപ്പം, കൽത്തപ്പല്ല മറ്റേ അരീരപ്പം, തേങ്ങാട ഇതൊക്കെ നമ്മൾ എല്ലാ പെരുന്നാക്കും അങ്ങോട്ടും കൊടുക്കണല്ലേ. ഇപ്രാവശ്യത്തെ പെരുന്നാൾക്ക് നമ്മളാണ്ട് കൊടുത്തില്ലേ? തേങ്ങട കൊടുത്തു കൊടുത്തില്ല. അന്ന് തേങ്ങക്ക് വില കൂടുതലല്ലായിരുന്നേ, അതുകൊണ്ടല്ലേ നമ്മ തേങ്ങട ഉണ്ടാക്കാരുന്നേ. അല്ല ഞാൻ എന്റെ പേരിൽ പ്രഭാകരൻ കൊടുന്നല്ലാതിരിക്കോ? കൊടുന്നാ മതി. പ്രഭാകരന്റെ മോള് ഹാപ്പി ഓണം. ഹാപ്പി ഓണം. കുട്ടികളെ ചായ അടിച്ചിട്ട് പോവാ. ചായയൊക്കെ ഞങ്ങൾ കുടിച്ചു. നേരത്തെ എത്താൻ പറഞ്ഞു അച്ഛൻ. ശരി ശരി. ഞാനേ ക്ലബിലെ പടംവലി കഴിഞ്ഞ പാട് നേരത്തെ വീട്ടിൽ കിടത്തട്ടാ. ഇലക്ട്രോണാണ് പറയും. ശരി, ഹാപ്പി ഓണം. ശരി. ആ കവറിൽ നിന്ന് പഞ്ചായത്ത് കഴിഞ്ഞിട്ട് ചായ കിട്ടിട്ട് നേന്ത്രപ്പഴം പോയിക്കോ. 100 പഞ്ചാര, പപ്പട. പഞ്ചാര എവിടെ? അല്ല പഞ്ചാര എവിടെ? എന്താ പോയാ? മൈസൂർ പോയാ? മൈസൂർ പഴം വയറ്റിന് പോവാൻ നല്ലതാ. പ്രഭാകര